എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മധുര പലഹാരമാണ് ഹൽവ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ കോഴിക്കോടൻ ഹൽവ വിൽക്കുന്നത് കണ്ടു. ഭയങ്കര ഇഷ്ടമാണ് ഹൽവ. അതുകൊണ്ട് ഇവിടെയൊക്കെ കോഴിക്കോടൻ ഹൽവ കിട്ടാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ കണ്ടപ്പം വേഗം ചെന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. നമ്മൾ ഈ ഹൽവ വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ചിന്ത, ഈ ഹൽവ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ആരായിരിക്കും എന്ന്. അപ്പോൾ ഈ ഹൽവയുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കുറേ അന്വേഷണങ്ങൾ നടത്തി. അങ്ങനെ ഹൽവയെക്കുറിച്ച് ഒരുപാട് കഥകൾ കിട്ടി. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ഹൽവയെക്കുറിച്ച്. ഇത് മൊത്തത്തിൽ ഒരു വീഡിയോയിൽ പറയാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അറബിക് കിതാബായിട്ടുള്ള അൽ താബിക് എന്ന ഒരു പുസ്തകത്തിൽ, അതായത് ദി ബുക്ക് ഓഫ് ഡിഷസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്, ആ ഒരു ഗ്രന്ഥത്തിലാണ് ഹൽവയെക്കുറിച്ചുള്ള ഒരു പാചകക്കുറിപ്പ് ആദ്യമായി കാണുന്നത്. മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഹൽവയെ ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തുന്നത്, അതായത് ഇന്ത്യ വിഭജിക്കുന്നതിന് വളരെ കാലങ്ങൾക്ക് മുമ്പ്. എന്നാൽ മധുര പലഹാരങ്ങളുടെ ആധികാരിക രേഖകളിൽ കേസരി ഹൽവകൾ ഇതിനു മുമ്പേ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ഹൽവ ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത്. തുർക്കി, ഗ്രീസ്, ഇറാൻ, ചൈന, യൂറോപ്യൻ രാജ്യങ്ങൾ, മധ്യേഷ്യ, എന്തിനേറെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും ഹൽവ പ്രചാരത്തിലുണ്ട്. പക്ഷെ പല രുചികളിലാണെന്ന് മാത്രം. മധുരം എന്നർത്ഥം വരുന്ന ഹൽവ് എന്ന അറബി വാക്കിൽ നിന്നാണ് ഹൽവ എന്ന പേര് കിട്ടിയത്. പൊടിച്ച എള്ളും തേനും ചേർത്ത് മിഠായിയുടെ രൂപത്തിലായിരുന്നു ആദ്യകാലത്തെ ടർക്കിഷ് ഹൽവകൾ. ഏകദേശം 150 വർഷങ്ങൾക്ക് മുമ്പ് കറാച്ചിയിലാണ് ഇന്നത്തെ രൂപത്തിലുള്ള ഹൽവ ആദ്യമായിട്ട് തയ്യാറാക്കിയത്. ചോളപ്പൊടിയിൽ മധുരം ചേർത്ത് ചതുര കഷ്ണങ്ങളായി. ഗിരിധർ മാവ്ജി എന്ന പലഹാര കച്ചവടക്കാരനാണ് ഇതുണ്ടാക്കിയത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ വിഭജനത്തെ തുടർന്ന് കറാച്ചിയിലുള്ളവരുടെ കച്ചവടം മുംബൈയിലേക്ക് മാറ്റി. അങ്ങനെ കറാച്ചി ഹൽവകൾ ബോംബെ ഹൽവകളായി അറിയപ്പെട്ടു. കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരത്തിലേക്കുള്ള ഹൽവകൾ ഉണ്ടാക്കാൻ ഗുജറാത്തിൽ നിന്നാണ് പാചക വിദഗ്ധരെ വരുത്തിയത്. കോട്ടപ്പറമ്പ് ആശുപത്രി നിൽക്കുന്ന സ്ഥലത്തായിരുന്നു പണ്ട് സാമൂതിരിയുടെ കൊട്ടാരം. അവിടെ അടുക്കള സ്ഥിതി ചെയ്തിരുന്ന പടിഞ്ഞാറേ മതിൽക്കെട്ടിന് പുറത്ത് പാചകക്കാർക്ക് സ്ഥലം നൽകി. ഈ പ്രദേശമാണ് പിന്നീട് മിഠായി തെരുവ് എന്നറിയപ്പെട്ടത്. മിഠായി തെരുവിനൊപ്പം കോഴിക്കോടൻ ഹൽവയും പ്രസിദ്ധമായി. ഇനിയും ഹൽവയെക്കുറിച്ച് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടെങ്കിലും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹൽവ പുരാണം. എന്തൊക്കെയായാലും ഇപ്പോൾ ഒരുപാട് രുചികളിൽ ഹൽവ നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്. ഒരുപാട് നിറങ്ങളിൽ ലഭ്യമാണ്. ഇപ്പോൾ ചക്ക കൊണ്ടുള്ള ഹൽവയൊക്കെ വളരെ പ്രസിദ്ധമാണ്. എങ്കിലും ഏതൊക്കെ നിറത്തിൽ കിട്ടിയാലും ഏതൊക്കെ രുചികളിൽ കിട്ടിയാലും ഈ കറുത്ത ഹൽവയോളം മറ്റൊന്നും വരില്ല. അപ്പോൾ ഹൽവ ഇഷ്ടമുള്ളവരൊക്കെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. ഷെയർ ചെയ്യാനും മറക്കല്ലേ.